നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മുത്തശ്ശിയോട് പറഞ്ഞു പെട്ടെന്ന് റെഡിയായിക്കോ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതും പറഞ്ഞ് വൈജയന്തി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ സമയത്ത് മുത്തശ്ശി വളരെ വിഷമിച്ചിരിക്കുമ്പോൾ അലീന പറഞ്ഞു, മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ട, സങ്കടപ്പെടണ്ട. എന്തിനാ സങ്കടപ്പെടുന്നേ? നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ പോകേണ്ട വരത്തില്ലായിരുന്നു. നീ ഇങ്ങോട്ടേക്ക് വന്നോണ്ടല്ലേ. മുത്തശ്ശി പോയാലും മുത്തശ്ശി അധികം വൈകാതെ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. ഞാനല്ലേ പറയണേ. പിന്നെ പേടിക്കൊന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഞാനും അച്ഛനും കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വന്നോളാം മുത്തശ്ശിയുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ. അച്ഛനോ? അത് കേട്ടപ്പോൾ അലീന ഒന്ന് ചിരിച്ചു. ഇന്നലെ വരെ ഞാൻ അനാഥയായിരുന്നു. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. എൻ്റെ ഹൃദയത്തിൽ തൊട്ടുള്ള വിളിയാ അച്ഛാന്നുള്ളത്. ഇപ്പം എനിക്ക് അച്ഛനുണ്ട്. അതുകൊണ്ട് എനിക്കിനി പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഒന്നും മനസ്സിലാവാതെ ഒരു അന്താളിപ്പോട് കൂടിയിട്ട് മുത്തശ്ശി ഇങ്ങനെ അലീനയെ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീന മുത്തശ്ശിയെ വീൽ ചെയറിലേക്ക് സ്റ്റോളിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. അപ്പോഴേക്കും വൈജയന്തി അങ്ങോട്ട് വന്നു. മുത്തശ്ശിയുടെ ബാഗൊക്കെ കൊണ്ടേ കാറിനകത്ത് വെച്ചു. അങ്ങനെ മുത്തശ്ശിയെ പിടിച്ച് പൊക്കാൻ തുടങ്ങുന്ന സമയത്ത് മുത്തശ്ശി പറഞ്ഞു, അലീന നീയും കൂടെ എന്നെ ഒന്ന് പിടിക്കടിയെന്ന് പറയാണ്. അലീന ഒന്നും മിണ്ടാൻ നിൽക്കുക. നിന്നോടല്ലേ പറഞ്ഞേ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അഹങ്കാരം കാണിച്ച് എന്നെ തന്നെ പിടിച്ച് പൊക്കാൻ നോക്കി. എന്നിട്ട് ഞാൻ താഴെ വീണു. എന്നിട്ട് എന്തൊക്കെയാ സംഭവിച്ചേ? ഇവളുടെ അഹങ്കാരം കാരണം വീണ്ടും എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഒന്ന് പിടിക്കടിയെന്ന് പറയാണ്. ഒടുവിൽ അലീനയും കൂടെ പിടിച്ച് മുത്തശ്ശി കാറിലേക്ക് കൊണ്ട് കേട്ടുവാണ്. മുത്തശ്ശിയാണ് എൻ്റെ ദൈവമേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നീട് അലീനയോട് പറഞ്ഞു, എന്നാ ശരി ഞാൻ പോയിട്ട് വരാമെന്നൊന്നും പറയുന്നില്ല. പോയിട്ട് വരാൻ പറ്റുമോന്നും അറിയത്തില്ല. ഇവളെല്ലാം എന്നെ കൊണ്ടുപോകുന്നേ. പിന്നെ ഇനിയിപ്പോൾ കാണാൻ പറ്റുവാണെങ്കിൽ കാണാന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. അങ്ങനെയൊക്കെ മുത്തശ്ശി പറഞ്ഞു. അലീന വളരെ വിഷമത്തോട് നോക്കി. അപ്പോഴേക്കും വൈജയന്തി കയറി കാർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ വൈജയന്തി ചോദിച്ചു, നീ എന്നെ രക്ഷിക്കാനാണോ അതോ ശിക്ഷിക്കാനാണോ കൊണ്ടുപോകുന്നത്? ആന്താമ്മ അങ്ങനൊരു ചോദ്യം. കമലയടുത്തിൻ്റെ അടുത്തേക്കല്ല കൊണ്ടുപോകുന്നേ. കമലയുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. കമലയുടെ അടുത്ത് കൊണ്ടുപോകുന്നതിനേക്കാളും ഭേദം എന്നെ ഇവിടെ എവിടെയെങ്കിലും ഇട്ടേക്കുന്നതായിരുന്നു. എന്ത് ചെയ്യാനാ, മക്കളെ പെറ്റോളെ മഹാപാവികളെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പിറുപിറുത്തോണ്ടിരുന്നു. വൈജയന്തിക്ക് ദേഷ്യം വന്നു. വൈജയന്തി നല്ല സ്പീഡ് കാർ എടുത്തുകൊണ്ട് പോവാണ്. കുറച്ച് സമയം അലീന നോക്കിയിരുന്നു. പിന്നീട് അലീന മുറിയിലേക്ക് കയറിപ്പോന്നു. കുറച്ച് കഴിഞ്ഞപ്പം അലീന ബാലേന്ദ്രന്റെ മുറിയിലേക്ക് വന്നു. പിന്നീട് ബാലേന്ദ്രനോട് ചോദിച്ചു, അച്ഛ ഇവിടെ നടക്കുന്ന വല്ല അച്ഛൻ അറിയുന്നുണ്ടോ? എന്ത്? ഓ, അല്ലെങ്കിലും എന്നെ ഇവിടുന്ന് അടിച്ചിറക്കിയിട്ട് പോലും അച്ഛൻ അറിഞ്ഞില്ലല്ലോ. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, പറ കുട്ടിമാളു, എന്താ കാര്യം? കുട്ടിമാളുവോ? എന്താ ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കാം. ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ പറ, കാര്യം എന്താ? അത് പിന്നെ മുത്തശ്ശി ഇവിടുന്ന് കൊണ്ടുപോയെന്ന് പറയണേ. പുതിയ കോളിലൊക്കെ അതാണോ? അതെ, മുത്തശ്ശി ഇവിടുന്ന് പിടിച്ചോണ്ട് പോയി. എങ്ങോട്ട്? കൊല്ലപ്പള്ളി വീട്ടിലേക്ക് കൊണ്ടുവിടാനായിട്ടാന്ന് തോന്നേ. അത് മാത്രമല്ല ഡ്രസ്സെല്ലാം എടുത്തോണ്ട് പോയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ കണക്ക്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ. അപ്പോൾ അത് ഇങ്ങോട്ട് ഇനിയിപ്പോൾ കൊണ്ടുവരുന്നില്ലാന്ന് തോന്നേ. അതുകൊണ്ടല്ലേ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് പോയതെ. അതെ, എനിക്ക് നല്ല വിഷമമുണ്ട്. അതൊന്നും സാരമില്ല, അതൊക്കെ ശരിയാവും. ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ഞാൻ അച്ഛൻ്റെ കൂടെ വന്ന് മുത്തശ്ശിയെ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അവരുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അവർ നടത്തട്ടെ, നമ്മൾ അതിനകത്ത് കൈ കടത്തേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും എനിക്ക് നല്ലൊരു ടെൻഷനുണ്ട്. മാഡത്തിനാണെങ്കിൽ എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല. ഇനിയിപ്പോൾ തിരിച്ചു വന്ന് കഴിയുമ്പോഴത്തേനും അച്ഛനത് പ്രശ്നമാവും. കാരണം മാഡം എന്നെ ഇറക്കി വിടണമെന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. എനിക്കറിയാം, അവൾക്ക് എപ്പോഴും ഒരു കാര്യം മാത്രമേ പറയാനും കാണുള്ളൂ, ഇറക്കി വിടണം എന്നൊക്കെ. എന്താണെങ്കിലും അതിനെല്ലാം ഞാൻ ഒരൊറ്റ ഉത്തരവ് കൊടുക്കുള്ളൂ, ഇല്ല എന്നുള്ളത്. ഒന്നുമില്ലേലും ഞാൻ നിന്റെ അച്ഛനല്ലേ. അപ്പം പിന്നെ നീ എന്തിനടി മോളെ വിഷമിക്കുന്നേ? നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാനില്ലേ? അതെ, എന്നോടും കൂടെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോകാൻ പറഞ്ഞായിരുന്നു. എന്നിട്ടോ ഞാൻ പോയില്ല. അങ്ങനെ എങ്ങാനും പോയായിരുന്നെങ്കിലേ നിന്നെ മൊയലിനെ തൂക്കിയെടുക്കുന്നതോടെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടാന്ന് പറയണം. അതെന്താ മൊയലിനെ തൂക്കിയെടുക്കുന്നേ? അതെ, അതിൻ്റെ ശരീരമൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. അതിന് എന്തേലും മുറിവുകൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൂക്കിയെടുക്കണേന്നൊക്കെ പറയണം. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം അതിന് ശരീരത്തൊക്കെ പിടിച്ചിങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലേ അത് കുഞ്ഞു ശരീരമല്ലേ, അതുകൊണ്ടാണ് അതിനെ ചെവിയെ തൂക്കിയെടുക്കണേന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ എന്ന് പറയണം. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അതെ നീ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. അവരെ ആക്രമിക്കാനായിട്ട് വരും. ഏതൊക്കെ ഭാഗത്തു നിന്ന് ആക്രമണം അഴിച്ചു വിടുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അവരെ, എങ്ങനെ ആക്രമിക്കണം എന്നൊക്കെ. അപ്പം നമ്മളിങ്ങനെ കൈയും കെട്ടി നോക്കി നിന്നാൽ മതി. പിന്നെ ഇങ്ങനെ ആക്രമണം വന്നു കഴിയുമ്പോൾ അതിനെ തടുത്താൽ മാത്രം മതി. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അലീനയെ സമാധാനിപ്പിച്ചു. അലീനയ്ക്കൊരു സന്തോഷമായി. എന്ത് വന്നാലും തൻ്റെ അച്ഛൻ തന്നെ കൂടെ ഉണ്ടല്ലോ എന്നൊരു സന്തോഷം. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കമലയുടെ വീട്ടിലേക്ക് മുത്തശ്ശിയും കൊണ്ട് വരുവാണ് വൈജയന്തി. അങ്ങനെ വന്ന് കാറിൽ നിന്ന് വൈജയന്തി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും കമല അങ്ങോട്ട് വന്നു. മുത്തശ്ശിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമലയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. പിന്നീട് വൈജയന്തി പതുക്കെ പിടിച്ചിറക്കുവാണ്. ഈ സമയത്ത് ചോദിച്ചു, വീൽ ചെയർ വേണോ? പിന്നെ വീൽ ചെയർ ഇല്ലാതെ എന്നൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശി ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും കമല അകത്തേക്ക് പോയിട്ട് വീൽ ചെയർ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ
പിടിച്ച് വീൽചെയറിൽ ഇരുത്താൻ തുടങ്ങിയപ്പോഴത്തേനും മുത്തശ്ശിക്ക് തീരെ വയ്യ. മുത്തശ്ശി പറഞ്ഞു എനിക്ക് വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കരയുവാണ്. ആ സമയം വൈജയന്തി പറഞ്ഞു എൻ്റെ അമ്മേ ഇത്തിരി വേദനയൊക്കെ സഹിക്കണമെന്ന് പറയാം, അല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയായിരുന്നു കമലെ. അതെങ്ങനെയാ അമ്മ ഇത്തിരി പോലും വേദന സഹിക്കുമല്ലോ എന്ന് പറഞ്ഞു. ഒടുവിൽ മുത്തശ്ശിയെ വീൽചെയറിൽ എത്തി മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ്. ആ സമയം കമല ഓർത്തു ഇതെന്തിനാ മുറിയിലേക്ക് കൊണ്ടുപോകുന്നേ. പെട്ടെന്ന് കമല ചോദിച്ചു ഇതെന്താ വൈജ മുറിയിലേക്ക് കൊണ്ടുപോകുന്നേ. മുറിയിലേക്ക് കൊണ്ടുപോകുന്നോ? അത് പിന്നെ കുറച്ചു ദിവസം അമ്മ ഇവിടെ കാണുമെന്ന് പറയണേ. ഇവിടെയോ? നിനക്കിത് എന്ത് പറ്റി വൈജേ? അപ്പോൾ അവിടെ ഒരു ഹോം നേഴ്സ് ഉള്ളതോ? ഹോം നേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ ഇനിയിപ്പോൾ ഹോം നേഴ്സിന്റെ ജോലിയൊന്നും വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ. അല്ല അതിന് കാരണം എന്താ? നിനക്ക് എന്താ തലയ്ക്ക് ഓളം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ്. ചില കാര്യത്തിന് മുന്നോടിയായിട്ടാണ് ഞാൻ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇനിയിപ്പം ഞാനും ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നെന്നിരിക്കും. നീ ഇങ്ങോട്ടേക്ക് വരാനോ? അപ്പം നിന്റെ വീടൊക്കെയോ? എൻ്റെ വീടോ? അതെൻ്റെ വീടൊന്നും അല്ലല്ലോ, ബാലേന്ദ്രൻ്റെ വീടല്ലേ. അപ്പം പിന്നെ എൻ്റെ വീട് എങ്ങനെയാന്നേ? എൻ്റെ വീട് അതല്ലേ, തറവാട് ഇതല്ലേ. അപ്പം പിന്നെ ഞാൻ ഇവിടേക്കല്ലേ വരേണ്ടത്. അപ്പം നിന്റെ കുട്ടികളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും, അവരിവിടെ നിൽക്കട്ടെ. അല്ലെങ്കിലും ഭാഗം വെപ്പം ഒന്നും കഴിഞ്ഞിട്ടില്ലോ. അപ്പം ഇനി എനിക്കിവിടെ അവകാശം ഉള്ളല്ലേന്ന് ചോദിച്ചു. ആ സമയം മുത്തശ്ശി പറഞ്ഞു എൻ്റെ വൈജെ നീ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ വിട്ടുവരുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ബാലേന്ദ്രന് അവിടെ നല്ല സന്തോഷമായിട്ട് ജീവിക്കും. കമല പറഞ്ഞു ആ വേലക്കാരി പെണ്ണൂടെ ആയിരിക്കും ജീവിക്കാനായിട്ട് പോകുന്നത്. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. കമലടുത്തി ഒരു ഷീറ്റ് അങ്ങോട്ട് വിരിക്കാൻ പറയാണ്. കമലയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഭയങ്കര സങ്കടവും ദേഷ്യം. മുത്തശ്ശി അവിടെ വരുന്നതിനോട് കമലയ്ക്ക് ഒട്ടും താല്പര്യമില്ല. ഈ സമയത്ത് കമല ചോദിച്ചു അല്ല അമ്മയ്ക്കാരും നടക്കാറൊക്കെ ആയതാണോ? ശരിക്കും നടക്കാറായിട്ടില്ല, കാലയിൽ എണ്ണയും കുഴമ്പൊക്കെ ഇട്ട് പുരട്ടണം. ഇനിയിപ്പോൾ ആ മർമാണി വൈദ്യനെ വിളിച്ചിട്ട് പുരട്ടിച്ചാലും മതി, അങ്ങനെയൊക്കെ ചെയ്യണം, എന്നാലും അമ്മ എഴുന്നേറ്റ് നടക്കും. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു എഴുന്നേറ്റ് നടന്നു തന്നെ ഇവിടെയല്ലേ, നടക്കുമല്ലേ, മിക്കവാറും കിടക്കാനായിരിക്കും പോണേന്ന് പറഞ്ഞു. കമലയ്ക്ക് അത് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് വൈജയന്തി പറഞ്ഞു കാരണത്ത് അമ്മയുടെ ഭാഗം എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ എടുത്തോണ്ട് വട്ടെ, ഞാൻ എല്ലാം അങ്ങ് എടുത്തോണ്ട് പോകുന്നെന്ന് പറയണം. അങ്ങനെ വൈജി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയുടെ മുന്നിലേക്ക് കമല വന്ന് നിന്നിട്ട് പറഞ്ഞു പിന്നെ എൻ്റെ അരിയിലേക്ക് തന്നെ വന്നല്ലേന്ന് ചോദിക്കണം. മുത്തശ്ശി പറഞ്ഞു എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാ, നിങ്ങളെ അതേ കാലമൊന്നും ഞാനിവിടെ നിർത്തില്ല, നിങ്ങളിവിടെ ഞാൻ പറപ്പിക്കുമെന്ന് മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി കമല പറഞ്ഞു. മുത്തശ്ശി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. കമലയുടെ സ്വഭാവം നന്നായിട്ട് അറിയാലോ മുത്തശ്ശിക്ക്, പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. രാത്രിയായി കഴിഞ്ഞപ്പോൾ വൈജ രോഹിത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഞാനിന്ന് വരത്തില്ല കേട്ടോ എന്ന് പറയണം. എന്താമ്മേ? അത് പിന്നെ അമ്മ ഇവിടെ കൊണ്ടാക്കി പെട്ടെന്ന് അങ്ങനെ വരാൻ പറ്റില്ല, അമ്മ എന്ത് വിചാരിക്കും, അതുകൊണ്ടാ. അല്ലമ്മേ മുത്തശ്ശിനെ എന്തിനാ അവിടെ കൊണ്ടാക്കിയത്? നിന്റെ അച്ഛൻ്റെ സ്വഭാവം കാരണം ചിലപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ താമസം മാറണ്ടായിട്ട് വരും, അതിനുള്ള ചാൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ നീ ആ ഗേറ്റ് അടിച്ച് കുറ്റിയിട്ടേക്ക് കിട്ടുമെന്നൊക്കെ പറയണം. അപ്പം അമ്മയെ കാത്തിരിക്കണ്ടല്ലേ, വേണ്ടാന്ന് പറയാ. അല്ല നീ എന്തേലും കഴിച്ചോടാ? ഞാൻ പുറത്തുനിന്ന് കഴിച്ചായിരുന്നു, എനിക്ക് അവളുണ്ടാക്കുന്നൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലായിരുന്നു, അതാടാ ആണത്തം, അങ്ങനെ തന്നെ വേണം. പക്ഷേ ആ ബബിതയും കൃഷ്ണൻ വെട്ടി വിഴുങ്ങിയും തോന്നുന്നു അവൾ ഉണ്ടാക്കുന്നതൊക്കെ. അത് പിന്നെ അവർ പെൺകുട്ടികളല്ലേ, അവർക്ക് രാത്രി പുറത്തൊന്നും പോയി കഴിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ശരി നീ ഗേറ്റ് കുറ്റിയിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോളാനൊക്കെ രോഹിത്തിനോട് പറഞ്ഞു. അങ്ങനെ രോഹിത്ത് ഗേറ്റൊക്കെ കുറ്റിയിട്ട് പോയി കിടന്നുറങ്ങുവാണ്. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ വൈജയന്തി വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭവിത ചോദിച്ചു അമ്മ ഇതെന്താ ഇന്നലെ വരാതിരുന്നേ? കൊല്ലപ്പള്ളി എനിക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്തിയേ ദത്തുപുത്രി അവളവിടെ ഉണ്ടോയെന്ന് ചോദിക്കണം. ഉണ്ട്, പിന്നെ അമ്മയ്ക്കൊരു കാര്യം അറിയാവോ, ഞങ്ങളുടെ അച്ഛനെ അവളെ അച്ഛാന്നാ വിളിക്കണേ. അച്ഛാന്നോ? നീ വെറുതെ പറയല്ലേ, സത്യം അമ്മയെന്ന് പറയണം. ആഹാ അങ്ങനെയാണോ? ഒന്ന് അറിഞ്ഞിട്ട് എന്നെ കാര്യം. അങ്ങനെ വൈജയന്തി അകത്തേക്ക് കയറി വരുമ്പോഴത്തേനും സ്റ്റെയർ കേസ് ഇറങ്ങി അലീനെ വരുന്നത് കണ്ടു. ബാലേന്ദ്രൻ്റെ മുറിയുന്നു. ഇപ്പം എപ്പം നോക്കിയാലും നീ അവിടെ തന്നെയാണോടി? അത് പിന്നെ ഒരാവശ്യത്തിന് വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല മാഡം. അല്ല മുത്തശ്ശിയെ കൊണ്ടേ വിട്ടോ? എടി നീ ഒറ്റ ഒരുത്തി കാരണം ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടേ വിട്ടെ. ഞാൻ എന്ത് തെറ്റിയെന്നാ? മാഡത്തിന്റെ വാശിയുടെ പുറത്ത് കൊണ്ടേ വിട്ടാന് വെറുതെ എന്നെ കുറ്റപ്പെടുത്താൻ വരണ്ട. അല്ലടി നീ ഇവിടുന്ന് പോകുമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടേ വിടത്തില്ലായിരുന്നു. നീ ഇവിടുന്ന് പോയില്ല, എന്നോട് വാശി പിടിച്ചു തന്നു, അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടേ വിട്ടത്. സാരമില്ല, ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കാണുമെന്ന്. മാഡം ആരോടെ വാശി പിടിക്കുന്നത്? വാശി പിടിച്ചാൽ തോറ്റു വന്ന മാഡം തന്നെയായിരിക്കും. ഇത്തിരി വിട്ടുകൊടുത്തൊന്ന് മുന്നോട്ട് ജീവിച്ചു നോക്കിയാൽ നല്ലൊരു സന്തോഷമായിട്ട് ജീവിതം കിട്ടും. അല്ലെങ്കിൽ മാഡം വാശി പിടിച്ച് മാഡത്തിന് ജീവൻ തന്നെ നശിപ്പിക്കും. കൂടുതൽ നീ എന്നെ ഭരിക്കാൻ വന്നേക്കല്ലോ കേട്ടോ, ഭരിക്കാൻ വന്നാണ്ടല്ലോ മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളാം. അമ്മേനെ നോക്കാനാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനിയിപ്പം അമ്മയെ നോക്കേണ്ട കാര്യമില്ല, അമ്മ ഇവിടെ ഇല്ലല്ലോ, പിന്നെ നീ ആരെ നോക്കാനാണ് നിൽക്കുന്നത്? അപ്പോഴേക്കും അലീന പറഞ്ഞു അതെ എൻ്റെ അച്ഛൻ പറയണം ഞാൻ പോണെങ്കിൽ, അല്ലാതെ ഞാൻ പോകത്തില്ല എന്ന് പറയണം. അച്ഛനോ? ഏതച്ഛൻ? എങ്ങനെയാടി അയാൾ നിന്റെ അച്ഛനാവുന്നതെന്ന് ഒരു ചോദ്യമായിരുന്നു. ആ ചോദ്യം കേട്ടുകഴിഞ്ഞപ്പോൾ അലീന ഒന്നും മിണ്ടാതെ വൈജേന്ദ്ര കണ്ണുകളിലേക്ക് തന്നെ നോക്കുവാണ്.
നല്ല കട്ടക്കലിപ്പായിരുന്നു വൈജയന്തിക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.